ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു കുർത്തി ആണ് തയ്ക്കുന്നത്. അപ്പോൾ അത് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. അപ്പോൾ അതൊരു നൈറ്റി തുണിയിലാണ് തയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഡെയിലി വെയർ ആയിട്ടും അതുപോലെ ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എളുപ്പമായിട്ടാണ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്നാൽ മതി കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതാ ഇതുപോലെ ഞാൻ 4ആയിട്ട് എങ്ങനെയാണോ മടക്കി വയ്ക്കുക അതുപോലെ ആവശ്യത്തിന് ലെങ്ത് എടുത്ത് ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. 4ആയിട്ട് മടക്കി വെച്ചിരിക്കുകയാണ്. ഫോൾഡഡ് സൈഡ് എൻ്റെ ഭാഗത്തേക്കാണ്. 46 ഇഞ്ച് ലെങ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ഭാഗം ഞാൻ മുറിച്ചിട്ട് ഞാൻ സ്ലീവിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ എപ്പോഴും നമ്മൾ ചെയ്യണ പോലെ തന്നെ 4ആയിട്ട് തന്നെ ഇതുപോലെ മടക്കി വെച്ചിരിക്കണം. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് ഒന്ന് ഓപ്പൺ ചെയ്യണം. അത് ഇതുപോലെ തന്നെ ചെയ്തിട്ട് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം എങ്ങനെയാണെന്ന് കേട്ടോ. അപ്പോൾ ആദ്യം ഇങ്ങനെ തന്നെ വെച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ മെഷർമെൻറ്റുകൾ നമുക്ക് ആദ്യം ഞാൻ എളുപ്പത്തിന് വേണ്ടി വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ 46 ഇഞ്ചാണ് ഫുൾ ലെങ്ത്ത്. അപ്പോൾ നമുക്കൊരു 1.5 ഇഞ്ച് കുറയും മടക്കി തേച്ച് വരുമ്പോൾ. ഇനി ഇതിൻ്റെ ഷോൾഡർ വരുന്നത് 7 ഇഞ്ചിലാണ്. പിന്നെ അതുപോലെ ഒരു 3.25 ഇഞ്ച് നെക്കിൻ്റെ വിട്ട് വരും. അത് ഇപ്പോൾ ചെയ്യണില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞൊന്ന് മാത്രം കേട്ടോ. ഒരു 4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തു. 7 ഇഞ്ച് തന്നെയാണ് ആം ഹോളും കൊടുത്തിരിക്കുന്നത് കണ്ടോ. അപ്പോൾ നമ്മളിതുപോലെ എൻ്റെ ചെസ്റ്റിൻ്റെ 4 ഭാഗം 10 ഇഞ്ചാണ്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ 2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ 2 ഇഞ്ച് കൊടുക്കുക. പിന്നെ അതിനുശേഷം നമ്മൾ ആം ഹോളിൻ്റെ പകുതി എടുക്കുക കണ്ടോ. പകുതി നമ്മൾ വരച്ചെടുത്തിട്ട് നമ്മൾ ആ ഒരു കോർണറിൽ വെച്ച് ബാക്ക് ആം ഹോൾ നമുക്ക് വരയ്ക്കുന്നത് 1.5 ഇഞ്ചിലാണ്. അതുപോലെ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വരയ്ക്കുന്നത് 1 ഇഞ്ചിലാണ് കണ്ടോ. അതെല്ലാവർക്കും അറിയാമല്ലോ, പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഇനി എൻ്റെ വേസ്റ്റിൻ്റെ ലെങ്ത് എടുക്കുന്നത് 15 ഇഞ്ചിലാണ്. അതുപോലെ അവിടുത്തെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 8.75 ഞാൻ എടുക്കുന്നത് കേട്ടോ. 4 ഭാഗം 2 ഇഞ്ച് സീം അലവൻസ് ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട് കണ്ടോ. എന്നിട്ട് നമ്മൾ ചെസ്റ്റും വേസ്റ്റും തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കാം കേട്ടോ. ഇനി ഹിപ്പ് എടുത്തിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഹിപ്പ് എന്ന് പറയുന്നത് 20 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. അവിടെ 10.75 അവിടുത്തെ 4 ഭാഗം വരുന്നത് വിഡ്ത്തിൻ്റെ. അവിടെ നിന്ന് 1 ഇഞ്ച് കൊടുത്ത് താഴേക്ക് ഇതേണ്ട ഇതുപോലൊരു ലൈൻ വരയ്ക്കുകയാണ്. പക്ഷെ നമ്മൾ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഞാൻ അവിടെ ക്ലോസ് ചെയ്തിട്ടാണ് കേട്ടോ. അവിടെ സ്ലിറ്റ് അല്ല കൊടുക്കുന്നത്. ഇതുപോലെ താഴേക്ക് ഇങ്ങനെ വരയ്ക്കുകയാണ് കണ്ടോ. അപ്പോൾ ഞാൻ അവിടെ താഴേക്ക് 1 ഇഞ്ച് സീം അലവൻസും കൂട്ടി ഞാൻ വരച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ലൈൻ ചെയ്യണ പോലെ തന്നെ എന്നിട്ട് നമ്മൾ ഒരു 1.5 ഇഞ്ച് ഹൈറ്റിൽ വരച്ച് നമ്മൾ ചെറുതായിട്ടൊന്ന് ചെരിച്ച് വെട്ടി കൊടുക്കണം, തൂങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക് ഭാഗമില്ലേ അതെടുത്ത് മാറ്റുക കേട്ടോ. ഇതുപോലെ ബാക്ക് ഭാഗം എടുത്ത് മാറ്റുക. നമ്മൾ ഫ്രണ്ട് പാർട്ട് എടുത്ത് വെക്കുക. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഫ്രണ്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കണ്ടേ. അപ്പോൾ ഞാനിതിൽ നെക്ക് ചെയ്തില്ല. നെക്ക് ഞാൻ ക്യാൻവാസിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഫ്രണ്ട് ഒന്ന് ഓപ്പൺ ചെയ്തൊന്ന് ഫിനിഷ് ചെയ്യാനുണ്ട്. എന്നിട്ട് ബാക്കി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മളത് ഫ്രണ്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനി നമ്മളിതിൻ്റെ നെക്ക് എടുക്കുന്നത് 3.25 ഇഞ്ചിലാണ് അതിൻ്റെ വിഡ്ത്ത്. നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് 5.5 ഇഞ്ചിലാണ് ലെങ്ത്ത് എടുക്കുന്നത് കേട്ടോ. ഫ്രണ്ട് നെക്കിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് നമ്മൾ സ്ക്വയർ ഒരു നെക്ക് തന്നെ കൊടുക്കണം, വേറെ ഷേപ്പൊന്നും കൊടുക്കില്ല. എന്നിട്ട് നമ്മൾ പുറത്തോട്ട് 1 ഇഞ്ച് കൂടുതലായിട്ട് നമ്മൾ വരയ്ക്കല്ലോ ക്യാൻവാസിൽ. അതുപോലെ എങ്ങനെയാണോ നെക്ക് ചെയ്യുക അതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യണില്ല. അത് നമ്മളൊരു 1/2 ഇഞ്ച് ഇവിടെ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ നെക്കിന് കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ 1/2 ഇഞ്ചിൽ കട്ട് ചെയ്ത് നമ്മൾ എടുക്കുക കേട്ടോ. അത് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ എടുക്കുക. അപ്പോൾ നെക്കിന് നമ്മൾ നല്ല ഷേപ്പിൽ നിന്നോളും. പിന്നെ അതുപോലെ ബാക്ക് നെക്ക് ലെങ്ത് എടുക്കുന്നത് 4.5 ഇഞ്ചിലാണ്. വിഡ്ത്ത് 3.25 ഇഞ്ചിൽ അറിയാലോ. അപ്പോൾ അതുപോലെ നമ്മൾ 1 ഇഞ്ച് സെപ്പറേറ്റ് എടുത്ത് ബാക്ക് നെക്കും ഇതുപോലെ തന്നെ ക്യാൻവാസിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനുശേഷം നമുക്ക് സ്ലീവിൻ്റെ കാര്യം പറയാം. അപ്പോൾ സ്ലീവിന് കുറച്ച് തുണി വേണം, പഫാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 10 ഇഞ്ചിൻ്റെ നോർമൽ സ്ലീവ് എടുത്തു കേട്ടോ കണ്ടോ. 10 ഇഞ്ച്. അത് കഴിഞ്ഞിട്ട് ഒരു 4 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ എടുത്തിട്ടുണ്ട്. കാരണം ഒരു പഫ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ക്വയർ പീസാക്കുക. 4 ഇഞ്ച് വീതിയിലും 4 ഇഞ്ച് നീളത്തിലും അങ്ങനെ ആക്കി മാറ്റി വെക്കട്ടോ. നമ്മളിവിടെ ഒരു ഷേപ്പ് കൊടുക്കില്ലേ നമ്മുടെ സ്ലീവിൻ്റെ ആ ഷേപ്പ്, അത് ഞാൻ അവിടെ കൊടുക്കില്ല. അവിടെ ഇലാസ്റ്റിക്കാണ് വെക്കുന്നത് കേട്ടോ. ഇലാസ്റ്റിക് വെക്കുമ്പോൾ അതിന് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ 2ആയിട്ട് മടക്കിയിട്ട് 10 ഇഞ്ച് ഉണ്ട് കേട്ടോ അതിൻ്റെ നീളം കണ്ടോ. 2ആയിട്ടാണ് മടക്കി കിടക്കുന്നത് 10 ഇഞ്ച്. ഇനി എൻ്റെ ആം ഹോളിൻ്റെ പകുതി വരുന്നത് 8 ഇഞ്ചാണ്. ഒരു 3.25 ഇഞ്ച് ഞാൻ ക്യാപ്പ് ഹൈറ്റ് കൊടുത്തു. ഇനി അതൊന്ന് ലൈനൊന്ന് ചെരിച്ച് വരയ്ക്കാണ് കേട്ടോ. കണ്ടോ നമ്മുടെ നോർമൽ വരയ്ക്കണ പോലെ ചെരിച്ച് വരയ്ക്കുക. അതിൽ അതിൻ്റെ സെൻറ്റർ പോയിന്റ് കാണാം. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആ പകുതി എടുത്ത ഭാഗത്തോട് ചേർത്ത് ആ 4ലേക്ക് ഇതിങ്ങനെ കണക്ട് ചെയ്ത് വരയ്ക്കില്ലേ കണ്ടോ. കണക്ട് ചെയ്ത് വരയ്ക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടും കണ്ടോ. അപ്പോൾ അവിടെയാണ് നമ്മൾ പഫ് കൊടുക്കേണ്ടത്. നമ്മൾ 2 ഇഞ്ച് സീം അലവൻസ് നമ്മൾ കുർത്തിക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതുപോലെ സ്ലീവിന് നമ്മൾ 2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുക. ഇപ്പുറത്തെ ഭാഗത്ത് ഞാനൊന്നും ചെയ്യുന്നില്ല. അത് അങ്ങനെ തന്നെ ഇട്ട് നമ്മൾ ഇലാസ്റ്റിക് കൊടുക്കുകയാണല്ലോ ചെയ്യുക. അപ്പോൾ കണ്ടോ. എന്നിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ആ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുത്ത് നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമ്മൾ സീം അലവൻസ് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ സീം അലവൻസ് എന്ന് പറയുന്നത് 2 ഇഞ്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ സീം അലവൻസ് നമ്മൾ അതേപോലെ തന്നെ നമ്മൾ സ്ലീവിൽ അടയാളപ്പെടുത്തിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ അവിടെ ഒരു ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രണ്ട് ഓപ്പൺ ചെയ്ത് ആ ഭാഗം എടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു
ഇതെടുത്തിട്ട് ഇനി ഇതെങ്ങനെയാണ് ഫിനിഷ് ചെയ്യാന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി നമുക്ക് ഇതിൽ അടയാളപ്പെടുത്താനുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് താഴേക്ക് നമ്മളൊരു ഓപ്പൺ കൊടുക്കുകയാണ്. നമുക്കിവിടെ സ്ലിറ്റ് ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അവിടെ ഒരു ഓപ്പൺ കൊടുക്കാനായിട്ട് അത് എത്ര ഇഞ്ചിലാണ് കൊടുക്കാമെന്ന് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഒരു 10 ഇഞ്ചിൻ്റെ ഓപ്പണാണ് അവിടെ കൊടുക്കുന്നത്. അത്ര വരെ ഞാൻ തയ്ക്കുള്ളൂ. 10 ഇഞ്ചിൽ മുകളിലേക്കാണ് തയ്ച്ച് നിർത്തുന്നത് കേട്ടോ. അത്രയും ഭാഗം നമ്മൾ ഓപ്പൺ കൊടുക്കുക. അപ്പോൾ ഞാനതൊന്ന് അടയാളപ്പെടുത്തി എടുക്കുകയാണ് കണ്ടോ. ബാക്കി ഭാഗം നമ്മൾ ഓപ്പൺ ആക്കി എടുക്കുകയാണ്. ബാക്കിയൊക്കെ നമ്മൾ ക്ലോസ് ചെയ്യും. അപ്പം നമ്മൾ ഇതിൻ്റെ നെക്ക് നമ്മൾ ഇത് ഫിനിഷ് ചെയ്യും. ഇപ്പം ഞാൻ നെക്ക് ഫിനിഷ് ചെയ്തിട്ടില്ല കേട്ടോ. ഇതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ ആ ഫ്രണ്ട് പോർഷൻ ഒന്ന് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ നെക്ക് ശരിയാക്കുന്നുള്ളൂ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഇതുപോലെ 2 പീസ് എടുക്കുക. നമ്മൾ ആ കുർത്തിയുടെ ഇറക്കത്തിന് അത്ര പോകുന്ന 2 പീസ് എടുക്കുക. 2 ഇഞ്ചിൻ്റെ 2 പീസ് എടുക്കുക കേട്ടോ. 2 ഭാഗത്ത് നമ്മൾ വെച്ചതുപോലെ തയ്ച്ചെടുക്കണം. ഇതുപോലെ ഒരു 1/2 ഇഞ്ചിൽ താഴെ വരെ നമ്മൾ തയ്ച്ചെടുക്കണം 2 പീസിലും ആ ഒരു ഫ്രണ്ട് പാർട്ടിൽ. ഒരു ഭാഗം നമ്മൾ ഉള്ളിലേക്ക് വെച്ച് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഉള്ളിലേക്ക് മടങ്ങി പോകുന്ന തരത്തിൽ നമ്മൾ തയ്ക്കുക. ഞാനത് വൃത്തിയായിട്ട് തയ്ക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതുപോലെ തന്നെ അപ്പുറത്തും ഇതേപോലെ തന്നെ ചെയ്യുക. ഇതുപോലെയല്ല ചെയ്യേണ്ടത്. നമ്മൾ ഇതുപോലെ കുറച്ചൊന്ന് പുറത്തേക്ക് വെച്ച് നമ്മൾ തയ്ക്കണം കേട്ടോ. സോറി. അപ്പോൾ അതുപോലെയാണ് ചെയ്യേണ്ടത്. അത് ഞാൻ തയ്ക്കുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഇതുപോലെ ഞാൻ ഒരു 1/2 ഇഞ്ചിൽ നമ്മളിത് ഇതുപോലെ തയ്ച്ചു കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ തയ്ച്ച് 1/2 ഇഞ്ചിൽ തയ്ച്ചു കൊണ്ടു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഈ ഒരു ഭാഗം നമ്മൾ ഈ എടുക്കുന്ന ഒരു ഭാഗം ഫുള്ളായിട്ട് ഒരു മടക്കി 2 മടക്ക് ഉള്ളിലേക്ക് ഫുള്ളായിട്ട് നമ്മൾ മടക്കി തയ്ക്കുക. താഴെ വരെ തയ്ക്കുക. അതിനുശേഷം ഇപ്പുറത്തെ ഭാഗം എടുക്കുക. അതിൻ്റെ ഒരു 1/4 ഇഞ്ച് തയ്ച്ചിട്ട് പിന്നെ ഇതുപോലെ പുറത്തേക്ക് നിൽക്കുന്ന രൂപത്തിൽ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ. ഇത് നമ്മൾ ഇതിലേക്ക് ഒന്ന് വെച്ച് കൊടുത്ത് താഴെ വരെ തയ്ക്കുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ തയ്ച്ചെടുക്കാൻ വേണ്ടി എടുക്കുക. അപ്പോൾ കണ്ടില്ല, ഞാൻ ഇതുപോലെ തയ്ച്ചു കൊണ്ടു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതുപോലെ നമ്മളതൊന്ന് വെച്ച് നമ്മൾ തയ്ക്കുക. ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് നമ്മൾ ആ 10 ഇഞ്ച് വരെ നമ്മളൊന്ന് താഴേക്ക് തയ്ച്ചു പോകണം കേട്ടോ. 10 ഇഞ്ച് വരെ നമ്മൾ തയ്ച്ചെടുക്കുക ഫുൾ ആ സെൻറ്റർ പാർട്ട്. അതിനുശേഷമാണ് നമ്മൾ ഇതിൻ്റെ നെക്ക് ഫിനിഷ് ചെയ്യുന്നത് നമ്മൾ ആ ക്യാൻവാസിൽ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ തയ്ച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അറ്റം വരെ നമ്മൾ തയ്ക്കണം 10 ഇഞ്ച് ആവുന്നവരെ. അപ്പോൾ കണ്ടോ, ഇതുപോലെ നമ്മളൊന്ന് വെച്ചെടുക്കണം കേട്ടോ. ഇത് നമ്മൾ സാധാരണ പോലെ മറിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ തയ്ച്ചു കൊണ്ടുവന്ന സെൻറ്റർ പോയിന്റ് കറക്റ്റായിട്ട് താഴെ വരെ തയ്ച്ചു. ഞാൻ ഇതുപോലെ നെക്ക് ഫിനിഷ് ചെയ്ത് കൊണ്ടുവന്നു. ബാക്കിലേക്ക് ഇതുപോലെ മടക്കി വെച്ചു കേട്ടോ. സ്ക്വയർ നെക്ക് തന്നെ. ബാക്കും അതുപോലെ തന്നെ ചെയ്തു. 2 ഭാഗം ചെയ്തു. ഇനി സ്ലീവ് ഇതുപോലെ ഞാൻ 4 ഇഞ്ചിൻ്റെ എക്സ്ട്രാ നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ. ആ ഒരു പീസ് അവിടെ അടയാളപ്പെടുത്തി വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു ഇതുപോലെ വെച്ച് കൊണ്ടുവരാം. സ്ലീവ് കണ്ടോ, ഇതുപോലെ വെച്ച് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ലീവിലേക്ക് കണക്ട് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ ആ ഒരു 4 ഇഞ്ചിൻ്റെ പീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഇത് വരുന്നതാണ്, പഫ് വരുന്നതാണ്. അപ്പോൾ അതുവരെ ആ 4 ഇഞ്ചിൻ്റെ പീസ് വരെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ സൂചി കുത്തി വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഇപ്പുറത്തും അതുപോലെ തന്നെ ചെയ്യുക. അതിൻ്റെ ആ നടുവിലുള്ള ആ ഒരു കുറച്ച് ഭാഗമില്ലേ, അത് അവിടെ പ്ലീറ്റ്സിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുക. അത്രേ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്ത് കൊണ്ടുവന്നു കേട്ടോ. പിന്നെ അടിഭാഗം ഒന്ന് മടക്കി തയ്ച്ചിട്ടുണ്ട് ഞാൻ. കണ്ടില്ലേ ഇതുപോലെ. എന്നിട്ട് അവിടെ നിന്ന് 1 ഇഞ്ച് അടയാളപ്പെടുത്തി എടുക്കുക. അവിടെയാണ് നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതുപോലെ ഇലാസ്റ്റിക് നമുക്ക് വെച്ച് വലിച്ച് ഉള്ളിൽ നിന്ന് തയ്ച്ചു കൊടുക്കാം. അപ്പം നല്ല ചുരുങ്ങി കിട്ടും കേട്ടോ. അവിടെ മൊത്തമായിട്ട് ചുരുങ്ങി കിട്ടും. അപ്പം നല്ലൊരു സ്ലീവ് തന്നെ ആയിരിക്കും നമുക്ക്. കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ വരും. നമ്മൾ ഇതുപോലെ എല്ലാ ഭാഗവും ഞാൻ തയ്ച്ചെടുത്തു. ആ ഫ്രണ്ടിൽ ആ ഒരു ഓപ്പൺ ആ 10 ഇഞ്ചിൽ ഞാൻ കൊടുത്തു കണ്ടോ. ഈ സ്ലിറ്റ് വേണ്ടല്ലോ. അപ്പോൾ നമ്മൾ അതുപോലെ ഒന്ന് തയ്ച്ചെടുത്താൽ മതി. ഇനി അടിഭാഗം ഒന്ന് മടക്കി തയ്ക്കണം കേട്ടോ. അപ്പോൾ അതുപോലെ തയ്ച്ചെടുക്കുക. പിന്നെ ഇതിൻ്റെ സ്ലീവ് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഞാൻ ചെറിയൊരു ഷോ ബട്ടൺ വെച്ച് കൊടുക്കണം കേട്ടോ. ശരിക്കും ഇത് കാണില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ വെച്ച് കൊടുത്താൽ കാണിച്ചതാണ്. ഇതുപോലത്തെ ഒരു ബട്ടൺ എങ്ങനെ ഞാൻ ഉണ്ടാക്കിയത്, അതെങ്ങനെയാണെന്ന് ഞാൻ ഈസി ആയിട്ടുള്ള ഒരു മാർഗ്ഗം പറഞ്ഞുതരാം നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കണം കേട്ടോ. ഇതിലൊന്നും കാണുന്നില്ല, എന്നാലൊരു വെറൈറ്റിക്ക് നിങ്ങൾ ഇപ്പോൾ പ്ലെയിൻ തുണിയൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനത്തെ ബട്ടൺ വെച്ച് കൊടുത്താൽ ഭംഗി ഉണ്ടാവും. ഇതിപ്പോൾ ഇങ്ങനത്തെ തുണി ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മളത് ഫ്രണ്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആവാൻ തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ, അതുപോലെ ഷെയർ ചെയ്തോളൂ, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.